അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സ്വത്ത് എന്ന് അടിമ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവന്റെ സ്വത്തിൽ നിന്ന് 3 മാത്രമാണ് അവന്റേതായുള്ളത്. അവൻ ഭക്ഷിച്ചു തീർത്തത്, അവൻ ധരിച്ചു നുരുമ്പിപ്പോയത്, അല്ലെങ്കിൽ ധർമ്മം നൽകി നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. അവയല്ലാത്തതെല്ലാം പോകുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നതുമാണ്. ഈയിടെ മരണപ്പെട്ടുപോയ ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ അബ്ദുള്ള രാജാവിന്റെ അന്ത്യകർമ്മങ്ങളുടെ രംഗവും ഒരിക്കൽ കൂടി നമ്മോട് വിളിച്ചു പറയുന്നത് ഈ സന്ദേശം തന്നെ. ആ രംഗങ്ങൾ വീക്ഷിച്ചവരൊക്കെ അറിയാതെ പറഞ്ഞുപോയ വലിയൊരു സത്യമുണ്ട്. ഏത് രാജാവിനും അവസാനം ബാക്കിയാവുന്നത് ഇത്രമാത്രം: 3 കഷ്ണം തുണിയും 6 അടി മണ്ണും. അതെ, ജീവിതത്തിലുടനീളം നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ സമ്പാദിച്ചു കൂട്ടുന്നതിൽ അവസാനം ലഭിക്കുന്നത് തന്റേതെന്ന് പറയാവുന്നത് ഇത് മാത്രമാണ്. ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാനാവാതെ വിട പറയേണ്ടി വരുന്നവനും ഇത് രണ്ടും ലഭ്യമാവുന്നുവെന്നതും മറ്റൊരു സത്യം. പ്രവാചക ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഇന്നോളം ജീവിച്ച് മരിച്ചുപോയവരെല്ലാം അവസാന യാത്രയിൽ ഇത്രയേ കൂടെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇസ്ലാമിന്റെ സർവമാനവികമായ ആ നിയമത്തിന് മുന്നിൽ പണ്ഡിത പാമര വ്യത്യാസമില്ല, ധനിക ദരിദ്ര വൈജാത്യമില്ല, കുബേര കുചേല വിവേചനമില്ല, ഭരണാധിപ ഭരണീയ അന്തരമില്ല. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ എല്ലാവരും തുല്യർ. ശേഷം അവരെ തരം തിരിക്കുന്നത് ജീവിതയാത്രയിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം. പരലോകയാത്രയിൽ വെളിച്ചം പകരാനുള്ളത് ഇന്നലകളിൽ ചെയ്ത ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും മാത്രം. മലയാള കവിതയിലെ വരികൾ ഇങ്ങനെ വായിക്കാം: ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും, ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും, വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ, അഹന്ത കൊണ്ടഴുക്കു പറ്റിടാത്ത കർമ്മമൊന്നു താൻ, ഇഹത്തിലും സുഖം നൃണാം പരത്തിലും വരുത്തിടും.